അപ്പോൾ നമ്മൾ ലോഹങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യമാണ് ഉപലോഹങ്ങൾ. ഉപലോഹങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത ആൾക്കാർ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ചില സമയത്ത് അവർ ലോഹങ്ങളുടെ സ്വഭാവം കാണിക്കും, ചില സമയത്ത് അവർ അലോഹങ്ങളുടെ സ്വഭാവം കാണിക്കും. നമുക്കറിയാം, നമ്മൾ മൂലകങ്ങളെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ. അതിൽ ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത ആൾക്കാരെന്ന് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങൾക്ക് പറയുന്ന പേരാണ് ഉപലോഹങ്ങൾ എന്ന് പറയും. ഉപലോഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാന ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്, ഉപലോഹങ്ങളുടെ പ്രധാന ഉദാഹരണമാണ് സിലിക്കൺ എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് സിലിക്കൺ, ജർമേനിയം എന്ന് പറയുന്നത്. ഉപലോഹങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് സിലിക്കൺ, ജർമേനിയം. പിന്നെ മറ്റ് എക്സാമ്പിൾസ് ആണ് ബോറോൺ, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം ഒക്കെ പെടുന്നതാണ്. അതായത് നമുക്ക് സിലിക്കണിലേക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് വരാം. സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 14. സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നതാണ് 14. ജർമേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 32. രണ്ടു ഓർത്ത് സിലിക്കൺ ചോദിക്കുന്നതാണ്. സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 14, ജർമേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 32. അവയുടെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. IC ചിപ്പുകൾ, സോളാർ സെല്ലുകൾ, ട്രാൻസിസ്റ്ററുകൾ, ഡയോഡുകൾ എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകങ്ങളാണ് സിലിക്കണും ജർമേനിയം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ഉദാഹരണമാണ് ബോറോൺ എന്ന് പറയുന്നത്. ബോറോൺ, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം. ബോറോൺ, ആഴ്സനിക്കിനെ കുറിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ആഴ്സനിക് എന്ന് പറയുമ്പോഴത്തേക്ക് വിഷങ്ങളുടെ രാജാവ്, കിങ് ഓഫ് പോയിസൺസ്, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ വിഷം എന്നും അറിയപ്പെടുന്നുണ്ട്. വിഷങ്ങളുടെ രാജാവ് എന്നും രാജാക്കന്മാരുടെ വിഷം എന്നും അറിയപ്പെടുന്ന മൂലകമാണ് ആഴ്സനിക് എന്ന് പറയുന്നത്. പിന്നെ ആൻറ്റിമണിയിലേക്ക് വരുമ്പോഴത്തേക്ക് ആൻറ്റിമണിയുടെ ലാറ്റിൻ നാമം ഒന്ന് പഠിച്ചു വെച്ചോണം. ആൻറ്റിമണിയുടെ ലാറ്റിൻ നാമം എന്ന് പറയുന്നത് സ്റ്റിബിയം. ആൻറ്റിമണിയുടെ ലാറ്റിൻ നാമമാണ് സ്റ്റിബിയം. അവിടുന്ന് അതിൻ്റെ പ്രതീകം, സിമ്പലും കൂടെ പഠിച്ചു വെക്കണം. സിമ്പൽ ചോദിക്കുന്നതാണ്, ടങ്സ്റ്റൻ്റെയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ആൻറ്റിമണിയുടെ പ്രതീകം എന്ന് പറയുന്നത് SB. ആൻറ്റിമണിയുടെ ലാറ്റിൻ നാമം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിബിയം. അടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് ടെലൂറിയം എന്ന് പറയും. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടെലൂറിയത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഭൂമിയുടെ പേരിൽ നിന്ന് പേര് ലഭിച്ച മൂലകമാണ് ടെലൂറിയം എന്ന് പറയുന്നത്. അടുത്ത ഉദാഹരണമാണ് പൊളോണിയം. ഉപലോഹങ്ങൾക്ക് മറ്റൊരു ഉദാഹരണമാണ് പൊളോണിയം എന്ന് പറയുന്നത്. പൊളോണിയത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. മാഡം ക്യൂറി ഈ പൊളോണിയവും റേഡിയം എന്നൊരു മൂലകം കേട്ടിട്ടുണ്ട്. പൊളോണിയവും റേഡിയവും കണ്ടുപിടിച്ചത് ആരാണ്? മാഡം ക്യൂറിയാണ്. പൊളോണിയവും റേഡിയവും കണ്ടുപിടിച്ചത് മാഡം ക്യൂറി. അതുപോലെ തന്നെ പൊളോണിയത്തിന് ആ പേര് കിട്ടിയിരിക്കുന്നത് പോളണ്ട് എന്ന രാജ്യത്തിൻ്റെ പേരിൽ നിന്ന് പേര് ലഭിച്ച മൂലകമാണ് പൊളോണിയം എന്ന് ഓർത്തിരിക്കുക. പൊളോണിയവും റേഡിയവും കണ്ടുപിടിച്ചവരാണ് മാഡം ക്യൂറി. അതിൽ തന്നെ റേഡിയം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റേഡിയം കണ്ടുപിടിച്ചാരെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. പൊളോണിയവും റേഡിയവും മാഡം ക്യൂറി. പോളണ്ട് എന്ന രാജ്യത്തിൻ്റെ പേരിൽ നിന്നാണ് ഏത് മൂലകത്തിന് പേര് ലഭിച്ചത്? പൊളോണിയം എന്ന മൂലകത്തിന് പേര് ലഭിച്ചത്. മാഡം ക്യൂറിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് മാഡം ക്യൂറിക്ക് നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്ന 2 തവണ നോബൽ സമ്മാനം നേടിയിട്ടുണ്ട്. 1903 ഫിസിക്സിനും 1911 കെമിസ്ട്രിക്കും നോബൽ സമ്മാനം നേടിയപ്പോൾ രസതന്ത്രത്തിനും ഭൗതിക ശാസ്ത്രത്തിനും നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? മാഡം ക്യൂറിയാണ്. ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ വർഷമാണ് 1903. രസതന്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ വർഷമാണ് 1911. ഇതിനെ ബേസ് ചെയ്ത് 2011 ഓർത്ത് വെച്ചോണം. അന്താരാഷ്ട്ര രസതന്ത്ര വർഷം എന്ന് പറയുന്നതാണ് 2011 എന്ന് പറയുന്നത്. കാരണം മാഡം ക്യൂറിക്ക് രസതന്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയതിൻ്റെ 100ാം വാർഷികമാണ് അന്താരാഷ്ട്ര രസതന്ത്ര വർഷമായി ആചരിച്ചതെന്ന് പറയുന്നത്. അടുത്ത ഉപലോഹങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് മറ്റു വസ്തുതകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഉപലോഹം എന്ന് പറയുന്നതാണ് ജർമേനിയം എന്ന് പറയും. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഉപലോഹം ഏതാണ്? ജർമേനിയമാണ്. അതുപോലെ തന്നെ വജ്രത്തിന് സമാനമായ ഘടന, സ്ട്രക്ചറുള്ള ഉപലോഹമാണ് ഇത് ജർമേനിയം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപലോഹമാണ് ജർമേനിയം. വജ്രത്തിന് സമാനമായ ഘടന ഉള്ള ഉപലോഹം എന്ന് പറയുന്നത് ഏതാണ്? ജർമേനിയമാണ്. പിന്നെ
ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് പറയാം. ട്രാൻസിസ്റ്റർ, IC ചിപ്പ്, മൈക്രോ പ്രൊസസ്സർ, സോളാർ സെല്ല് എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ജർമേനിയവും സിലിക്കണും. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോളാർ സെല്ല് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അത് തന്നെയാണ് സോളാർ സെല്ലുകളുടെ നിർമ്മാണം സിലിക്കൺ. സോളാർ സെല്ലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉപലോഹമാണ് സിലിക്കൺ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹം എന്ന് പറയുന്നതാണ് സിലിക്കൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹം ഏതാണ്? സിലിക്കൺ. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹം എന്ന് പറയുന്നവരാണ് സിലിക്കൺ തന്നെയാണ്. ഭൂവൽക്കത്തിലും ചന്ദ്രൻ്റെ ഉപരിതലത്തിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹമാണ് സിലിക്കൺ എന്ന് പറയുന്നത്. ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹം സിലിക്കൺ. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഉപലോഹം നമ്മൾ പറഞ്ഞു. പൊളോണിയം എന്ന് പറയുന്ന മൂലകത്തെക്കുറിച്ച് പറഞ്ഞു. പൊളോണിയം, റേഡിയം ഇതൊക്കെ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഉപലോഹത്തിന് ഉദാഹരണം എന്ന് പറയുന്നതാണ് പൊളോണിയമാണ്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഉപലോഹം എന്ന് പറയുന്നതാണ് പൊളോണിയം. പിന്നെ അതുപോലെ തന്നെ പൊളോണിയത്തെക്കുറിച്ച് പറഞ്ഞാൽ നേരിയ അളവിൽ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ഉപലോഹമാണ് പൊളോണിയം എന്ന് പറയുന്നത്. നേരിയ അളവിൽ പുകയിലയിൽ കാണപ്പെടുന്ന ഉപലോഹം എന്ന് പറയുന്നതാണ് പൊളോണിയം. അതുപോലെ തന്നെ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു എന്ന് പറയുന്ന ഏതാണ്? നിക്കോട്ടിനാണ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് പൊളോണിയം. എന്നാൽ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു എന്ന് പറയുന്നത് നിക്കോട്ടിൻ. കേരളത്തിൽ പുകയില കൃഷിയുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 പോയിന്റ്സ് നമുക്ക് വേണ്ട 2 പോയിന്റ്സ് ആണ്. പൊളോണിയം, പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന പൊളോണിയം, പുകയിലയിലെ വിഷവസ്തു എന്ന് പറയുന്നത് നിക്കോട്ടിൻ.